അതെങ്ങനെ ബീവർ ഓട്ടറാണെന്ന് അറിയാമോ? അത് ബീവർ. കേറുവല്ലേ? Let's go guys. കൊണ്ടോ ബാക്കത്തെ വിടുന്നു സമയത്ത് ഒടിയോ? ഇത് നമുക്ക് ആവശ്യമുണ്ട് എന്നിട്ട് ഇത് പിടിച്ചേ, ഇതൊക്കെ പിടിച്ചേ, ഇത് പിടിച്ചേ എല്ലാം. ഞാൻ ഇറങ്ങണോ? ഒടിക്കണ്ട കേട്ടോ, എന്റെ കൈ കൊണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ കരയ്ക്കുന്ന നടന്ന് കളിക്കണം. ഞാൻ ഇറങ്ങാം. ആ ചൂണ്ടയൊക്കെ മാറ്റിക്കാൻ എനിക്ക് ഇവിടെ ഇറങ്ങണ്ടേ? പൊക്കോ ക്യാമറ പിടി, ക്യാമറ പിടി. വീഡിയോ കാണോ? എനിക്ക് പുറകുവശത്ത് എനിക്ക് കയറണ്ടേ? ഇത് മതിയാടേ, ഇനി കുഴപ്പമുണ്ടാവില്ലേ? കറിക്കോ തീരുമാനിക്കാൻ ഭയങ്കര മടിയാണ്. കാലം അരയ്ക്കാൻ വയ്യ. ഞാൻ ഇറക്കാളി, അത് കളിയോടി നിങ്ങൾ കുഴയുന്നല്ലോ. ഞാൻ സൈഡിലോട്ട് വരാം. പങ്കായം കൊണ്ട അപ്പനെ കേട്ടിട്ടാ. അപ്പനെ കിട്ടുന്ന ഇങ്ങോട്ടാ. ബാക്ക് സൈഡും ഉണ്ടോ? അല്ലേ മറ്റേന്താ അറിയോ, ആ ഭാഗം കുത്തി നിൽക്കും. ഒരു മിനിറ്റ് ഞാൻ അങ്ങോട്ട് പോകാം. ആകെ ഇളക്കം നിർത്തട്ടെ. ഓക്കെ, ഞാൻ ഇവിടെ ഇരുന്നു. അളിയാ പിടിച്ചോ അതില്. അപ്പൊ എനിക്ക് ഈ മഴയത്ത് ഇല്ല അത് കുഴപ്പമില്ല. എന്താ പ്രശ്നം? ഇങ്ങോട്ടാ, ഇവിടെ വന്നിരിക്കേ. ഒരു മിനിറ്റടാ, ഞാൻ ഒന്ന് ഇങ്ങോട്ടളിയാ. ഓക്കെ, ഞാൻ സെറ്റായാ? നീ നേരത്തെ അപ്പയ്ക്ക് കൊടുത്തോളാ. അപ്പയ്ക്ക് കൊടുക്ക. നീ ഇവിടേക്ക് പോണം. നീ കുറച്ച് കഴിഞ്ഞിട്ട് തുഴഞ്ഞോ. അത് കളി ഈ സൈഡിലോട്ട് ഇരിക്കാവോ? ആ സൈഡിലോട്ട് ആ ചൂണ്ടൊക്കെ നീക്കണം. ആ സൈഡിലോട്ട് അല്ലെങ്കിൽ ശരി, സൈഡിലോട്ട് ഇരുന്നു. ആരോ ലീക്കൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ലീക്കൊക്കെ ആരോ ഫിക്സ് ചെയ്തു. കഴിഞ്ഞ തവണ നന്നായിട്ടുണ്ട്. എനിക്ക് പേടിയാവുന്നുണ്ട് എല്ലാവർക്കും പേടിയാ സൈഡിൽ കൂടെ പോവാതെ. എങ്ങാനും മറിഞ്ഞാലോ നമുക്ക്. ഇരട്ടെ, ഞാൻ ചൂണ്ടിരട്ടെ. എബ്രു എറിയണ്ട കേട്ടോ. എബ്രു ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇട്ടാ മതി കേട്ടോ. എബ്രുവിന്റെ തന്നെ പോയിട്ട് അങ്ങനെയുണ്ടോ? വേറൊന്നും കാണാൻ പറ്റാഞ്ഞിട്ട് ഇതുകൊണ്ട് പിടിക്കാൻ പറ്റില്ല. ചാടുന്ന പോലില്ലല്ലോ. അല്ല വേണ്ട. ഹായ് പറ എല്ലാരും. ഹായ് പറ. നമ്മുടെ ഫ്രണ്ട് ക്യാച്ച് ചെയ്തു. അപ്പ പിടിച്ചേ കാണിച്ചേ. നമുക്ക് സ്മോൾ ഫിഷ് സ്ലീപ്പിൽ പോയി. അതാ അങ്ങനെ. എന്റെ ഫ്രണ്ട്സ് അല്ലേ, എന്റെ ഫ്രണ്ട് അല്ലേ. നമ്പർ 3 ശരിയാക്കി തരാം മോനെ. പുറകില് ബാഗില അളിയൻ അതിനകത്ത് കൂടി കിട്ടുമോ നോക്ക്.
അപ്പൊ വാവയൊക്കെ വണ്ടി ചെയ്തുണ്ടോ? നീ കണ്ടോ നമ്മള് സ്റ്റക്ക് ആയിട്ട് കണ്ടോ? അധികം ചെളിയൊന്നുമില്ല വണ്ടിയിൽ. അവിടെ നിന്ന് കയറിയാലും ഇവിടെ എത്തുമ്പോഴാണ് സെക്കൻഡ് തട്ടിപ്പോകുന്നത്. ഇല്ല, അവിടെ മരത്തെ തട്ടണം. ഫ്രണ്ടിലോട്ട് പോകണം, ഒറ്റ പോക്ക് പോകണം കേട്ടോ. മതി മതി, ഒറ്റ പോക്ക് പോയി നോക്കി. ഞാൻ അപ്പുറത്ത് മറ്റൊരുണ്ട്. അപ്പം അവിടെ നല്ല കട്ട ചെളിയിലെ ഇതൊക്കെ തിരിച്ചെടുത്ത് കളയണ്ടേ? റോഡ് ഫൈനലി ഞങ്ങൾ അതിനകത്ത് നിന്ന് കയറി കേട്ടോ. ആഫ്റ്റർ എ വലിയ ഗുസ്തി ഇതായിരുന്നു അവസ്ഥ. ഞങ്ങൾ റെഡിയാക്കി വെച്ചേക്കുന്ന സ്ഥലമായത്. ഓ മേൻ, എത്ര മണിക്കൂർ സ്ട്രഗിൾ ചെയ്തല്ലേ ഞാൻ മണ്ണിക്കടലിന്? ഒരു അരമണിക്കൂർ ഉണ്ടോ? 20 മിനിറ്റ് ഉണ്ടാവും. 20 minutes 20 മിനിറ്റ്സ് കിടന്ന ഗുസ്തി കളിച്ചു. നമുക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പലക വെച്ചത് നമുക്ക് ഭാരേ. പലക വെച്ച് കയറാമെന്ന് വിചാരിച്ച പലക വന്നിട്ട് ക്രോസ് ആയിട്ട് ബാക്കിലെ വീലിനും ടാങ്കിനും പെട്രോൾ ടാങ്കിനും എല്ലാം കൂടി ഇടയ്ക്ക് വന്നിട്ട് ലിഫ്റ്റ് ആയിപ്പോയി. വണ്ടി ടയർ എയറിലായിട്ട് പോയി, കുടുങ്ങിപ്പോയി. അങ്ങനെ കുറേ ബാക്കിൽ കമ്പെല്ലാം കുടുങ്ങി കിടക്കുമായിരുന്നു വണ്ടീൻ്റെ ബാക്കിൽ. അപ്പോൾ അതെല്ലാം വെട്ടി മാറ്റി കുറച്ച് ബാക്കോട്ട് എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ വന്നപ്പോൾ ഞങ്ങൾ അതിനിടയിൽ കുറച്ച് ചപ്പൻ അല്ലെങ്കിൽ കമ്പെല്ലാം വെച്ചിട്ട് ഫില്ല് ചെയ്ത് കയറി വന്നു. ഈ വണ്ടി എക്സ്പെക്ട് ചെയ്യുന്നതല്ല, ടാങ്കിനൊക്കെ ഓട്ടേഷൻ. അതിന് പ്ലേറ്റ് ഉണ്ട്, സീറ്റ് പ്ലേറ്റ് ഉണ്ട്. അതായത് നിങ്ങളുടെ വീക്കെൻഡ് ഫണ്ടിന്റെ എക്സ്ട്രീം ഓഫ് റോഡിങ് അല്ല, എൻ്റെ ലൈഫിലെ ഏറ്റവും എന്താ പറയുക ഹാർഡസ്റ്റ് ഓഫ് റോഡിങ് ആയിരുന്നു. ഹാർഡ് കോർ ഓഫ് റോഡിങ് എല്ലാം. ആ സാമൺ ഇനി കറി വെച്ച് തിന്ന ഉള്ളു വരെ തിന്നോണാണ് ഞാൻ കേട്ടോ. ആ മീനിന്റെ ഒരു വേസ്റ്റ് ഒന്നും കളയരുത്. അത്രയും പണിയെടുത്ത് അത്രയും സ്ട്രഗിൾ ചെയ്ത് ജീവൻ മരണ പോരാട്ടം നടത്തി പിടിച്ചോണ്ടെന്ന മീനാണ്.